എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ അബിയുടെ ജാനകിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് അപർണയോട് സുമംഗലമ്മ പറയണ, അതെ ഇന്നത്തോടു കൂടി അബിയും ജാനകിയോടൊന്ന് പടിയിറങ്ങും, മോളെ കാഴ്ച കാണാൻ എന്റെ കൂടെ വരാൻ പറയണം. പിന്നെ ഈ വീട്ടിലത്തെ മരുമോള് അപർണ മോളായിരിക്കും എന്ന് പറയാ. ഇത് കേട്ടതും അപർണയ്ക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. തനിക്ക് ഈ വീട്ടിൽ വന്ന് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട വന്നില്ല. അതിനു മുമ്പേ അബിയും ജാനകിയും വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോന്നു. അങ്ങനെ അവർ താഴേക്ക് ഇറങ്ങി വരുവാണ്. ഈ സമയം സൂര്യയുടെ അരിയിലേക്ക് പ്രഭാവതി വന്നിട്ടിറിഞ്ഞു, അതെ ശാന്തി മുഹൂർത്തം കുറിപ്പിക്കണമെന്ന് പറയാ, ജോഡിസിനോട് വരാൻ പറയണമെന്ന് പറയാ. ഇത് കേട്ടതും സൂര്യ പറഞ്ഞു, ആ ശരി, ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്ന് തന്നെ ചെയ്യാന്ന് പറയണം. അല്ല അപർണനെ കണ്ടില്ലല്ലോ രാവിലെ എന്ന് പറയണം. നീ കണ്ടായിരുന്നു ചോദിക്കും. ഞാൻ കണ്ടായിരുന്നു, രാവിലെ മുറ്റത്ത് നിൽപ്പുണ്ടായിരുന്നു, ഒരു ഇറുകിയ വസ്ത്രമൊക്കെ ഇട്ട് രാവിലെ എക്സസൈസ് ചെയ്യുന്നുണ്ടായിരുന്നു. നീ പിന്നെ എന്താ വിചാരിച്ചേ? അവള് വിദേശത്തൊക്കെ പഠിച്ചു വളർന്ന കുട്ടിയല്ലേ, അപ്പൊ ആ രീതിക്ക് പെരുമാറുള്ളൂ. പിന്നെ ജാനകിനെ പോലെ രാവിലെ തന്നെ മുറ്റത്തിറങ്ങി മുറ്റമൊക്കെ അടിച്ചു വാരുകയും അങ്ങനത്തെ ഒരു സ്വഭാവമൊന്നും അവളിൽ നിന്ന് പ്രതീക്ഷിക്കണ്ടെന്ന് പറയാം. ഇത് കേട്ടതും പെട്ടെന്ന് തന്നെ പ്രഭാവതി പറഞ്ഞു, എന്നാലും ഇങ്ങനെയുണ്ടോന്ന് ചോദിക്കുകയാണ്. എന്നാൽ നിന്റെ ജാനകിനെ പോലെ ആരും അങ്ങനെ നിനക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാന്ന് പറയാം. മരുമോളായിട്ട് പറഞ്ഞെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറയാം. ഇത് കേട്ടോണ്ടാണ് അങ്ങോട്ട് സുമംഗലെ അപർണം കൂടെ ഇറങ്ങി വരുന്നത്. സുമംഗല പറഞ്ഞു, അങ്ങോട്ട് പുകഴ്ത്തിപ്പാട് നന്നായിട്ട് അങ്ങോട്ട് പുകഴ്ത്തിപ്പാടാൻ പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞ് പ്രഭാവതി പറഞ്ഞു, അമ്മയ്ക്ക് എന്താ അമ്മ എന്തിനാ ചുമ്മാ എപ്പോഴും അവളെ കുറ്റപ്പെടുത്തുന്നതെന്ന് ചോദിക്കാം. അവളുടെ കയ്യിലിപ്പ് കൊണ്ട് തന്നെ അവളെ കുറ്റപ്പെടുത്തുന്നത്. അല്ലെങ്കിൽ ഈ അമ്മയ്ക്ക് ഇങ്ങനെയാ, വന്ന കാലം തൊട്ട് അവളെ കണ്ണെടുത്താൽ കാണത്തില്ല, ഓരോന്ന് പറഞ്ഞ് അവളെ കുത്തി നോവിച്ചോണ്ടിരിക്കും. ഇത് കേട്ട പ്രഭാവതി പറഞ്ഞു, പ്രഭാവതിയല്ല സുമംഗല പറഞ്ഞു, അവളുടെ കയ്യിലിരിപ്പ് കണ്ടാ ഞാൻ അവളെ കുത്തി നോവിക്കുന്നേ. അവള് ഏതാണ്ട് വലിയ പുള്ളിയാന്ന് പറഞ്ഞല്ലേ ഇരിക്കുന്നേ. എനിക്ക് നേരത്തെ അവളുടെ കാര്യത്തിൽ സംശയം തോന്നിയതാ. അവളും അബി സംസാരിക്കുന്ന കണ്ടപ്പം എനിക്ക് എന്തോ ഒരു കള്ളത്തരം അവള് ഫീൽ ചെയ്താ കല്യാണത്തിന് മുമ്പ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ പെട്ടെന്ന് തന്നെ സൂര്യ പറഞ്ഞു, വെറുതെ കള്ളത്തരം പറയില്ല കേട്ടോ അമ്മേ, അവൾ ഉള്ളതുകൊണ്ടാ ഇപ്പം അമലിന്റെ അപർണയുടെ കല്യാണം നടന്നേ, അല്ലായിരുന്നെങ്കിൽ എല്ലാരും കരഞ്ഞ് നിലവിളിച്ച് ഇവിടെ ഇരിക്കേണ്ട വന്നേനെന്ന് പറയാം. ഇത് കേട്ടത് സുമംഗല പറഞ്ഞു, പിന്നെ കരഞ്ഞ നിലവിളിച്ചിരുന്നേരം ഇതൊക്കെ അവളുടെ ഒരു നാടകമല്ലായിരുന്നു എന്ന് പറയും. ഈ നാടകത്തിലാണ്ട് ഈ പ്രഭാവതിയും കൂടെ ഉണ്ടെന്ന് പറയാം. അമ്മ എന്തൊക്കെയാ പറയണേ, ഞാൻ നാടകം കളിച്ചെന്നോ? അല്ല, ഞാൻ നിന്നെ വിളിച്ചോണ്ട് പോയില്ലേ കല്യാണത്തിന് കുറച്ചു മുമ്പ്, മുഹൂർത്തത്തിന് മുമ്പ്, എന്നിട്ട് പറഞ്ഞില്ലേ അബിയും ജാനകി എന്തോ കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ട്, എന്താ നീ നോക്കാനായിട്ട്. അപ്പോഴോ നീ എന്നിട്ട് എന്താ പറഞ്ഞേ? ഒരു കുഴപ്പമില്ലെന്നല്ലേ പറഞ്ഞേ. അത് പിന്നെ ഞാൻ ചെന്ന് നോക്കിയപ്പോ അവരെന്തോ വേറെന്തോ കാര്യങ്ങളാ പറഞ്ഞുകൊണ്ടിരുന്നത്, ഞാൻ പിന്നെ ശ്രദ്ധിക്കാനും പോയില്ലെന്ന് പറയാം. അന്നാ നിനക്ക് തെറ്റിയെന്ന് പറയാ, അതൊന്നും അല്ല കാര്യം എന്ന് പറയാ. ഈ സമയത്താണ് അബിയും ജാനകിയും കൂടെ അങ്ങോട്ട് വരുന്നത്. അമൃതയൊക്കെ അങ്ങോട്ട് വന്നു. പിന്നീട് മുത്തശ്ശി പറഞ്ഞു, ഇവിടെ എല്ലാരും പുകഴ്ത്തി പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്, തെരുവിൽ നിന്ന് വന്നവള് ആ ഒരു ഇതല്ലേ കാണിക്കത്തുള്ളൂ, പറഞ്ഞിട്ട് കാര്യമില്ല. വന്ന കാലം തൊട്ട് അവളെ എല്ലാരും കൂടെ തലയെ കയറി വെച്ച് അങ്ങോട്ട് കൊഞ്ചിക്കുമല്ലായിരുന്നോ, അതിന്റെ കൂലി അവളിപ്പോ തന്നേന്ന് പറയാ. ഇത് കേട്ട സൂര്യ പറഞ്ഞു, കുറെ സമയമായല്ലോ അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ, എന്താ കാര്യം എന്താന്ന് പറഞ്ഞാലേ ഞങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ എന്ന് പറയാം. കാര്യം എന്താന്നോ, ഈ കുടുംബത്തിനോട് ഇവള് ചെയ്ത് ചതി എന്താണെന്നറിയോ? ഇവളും അബിയും കൂടെ ചേർന്നിട്ട് പൂച്ച കണ്ണടച്ച് പാല് കുടിക്കുമ്പോ ആരും അറിയില്ലെന്നാ വിചാരം, പക്ഷെ ആ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞെന്ന് പറയാം. അമ്മ എന്തറിഞ്ഞെന്നാ പറഞ്ഞേ? അതെ, അമലിനെ അപർണയെ കല്യാണം കഴിപ്പിച്ച കാര്യങ്ങളൊക്കെ അതിപ്പോ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ, അതിനകത്ത് ഇപ്പൊ എന്താ? അതൊന്നും അല്ല കാര്യം. അജയുടെ കാര്യങ്ങളൊക്കെ അബിക്കും ജാനകിക്കും അറിയായിരുന്നു. കല്യാണത്തിന് മുമ്പ് അജയ്ക്ക് ഒരു പെണ്ണുമായിട്ട് ഇഷ്ടം ഉണ്ടായിരുന്നുള്ള കാര്യങ്ങളൊക്കെ ഇവരൊക്കെ രണ്ടുപേർക്കും അറിയായിരുന്നു. ഇവര് രണ്ടുപേരും കൂടെ കൂടിയിട്ടാണ് ഈ പ്ലാനുകളും പദ്ധതികളും എല്ലാം നടത്തിയത്. ഇതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് അപർണയുമായിട്ടുള്ള കല്യാണമായിട്ട് മുന്നോട്ട് പോയെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ സൂര്യ പറഞ്ഞു, ഇതേമ്മേ വെറുതെ കുടുംബത്തിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കില്ല കേട്ടോ എന്ന് പറയാം. എനിക്കറിയാടാ നീക്ക് ഇങ്ങനെ പറയുന്നു, അതുകൊണ്ടല്ലേ ഞാൻ തെളിവ് സഹിതം കൊണ്ടുവന്നേന്ന് പറയാണ്. പിന്നീട് ആ ഫോണിനകത്ത് പിടിച്ചു വെച്ച് ആ വീഡിയോ അങ്ങോട്ട് കാണിക്കുകയാണ് സൂര്യനാരായണനെ. അങ്ങനെ ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ സൂര്യനാരായണൻ ആ സത്യങ്ങളൊക്കെ അറിയാണ്. കാരണം അബിയും ജാനകിയും തമ്മിലുള്ള സംഭാഷണം, നിരഞ്ജനെ കുറിച്ച് പറയണതും, നിരഞ്ജനയുടെ പേര് പറയണില്ല, ഇങ്ങനെ അജയ്ക്കൊരു ഇഷ്ടമുണ്ട്, അത് നമ്മൾ മറച്ചു വെച്ച് തെറ്റായിപ്പോയി, അച്ഛനോട് പറയണമായിരുന്നു, അങ്ങനെ കുറെ സംഭാഷണങ്ങൾ. ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ ഒരു ഇങ്ങനെ ദേഷ്യപ്പെട്ട് നോക്കുവാണ് അബീനെ പിന്നെ ജാനകിനെ. ഈ സമയത്ത് സുമംഗല പറഞ്ഞു, ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞ വിശ്വാസമല്ലേ, പോയി ചോദിക്കടാ, നിന്റെ മോനും ഇത് മരുമോളും അല്ലേ നിൽക്കുന്നത്, അവരോട് പോയി ചോദിക്കാൻ പറയാണ്. ഈ സമയത്ത് അബിയുടെ അരിയിലേക്ക് വന്നിട്ട് സൂര്യനാരായണൻ ചോദിച്ചു, എടാ സത്യമാണോ ഈ വീഡിയോക്കകത്തുള്ള സത്യമാണെന്ന് ചോദിക്കണം. പെട്ടെന്ന് സൂര്യൻ, അതച്ചാ അച്ഛനോട് പറയണമെന്ന് കരുതിയതാ, പക്ഷേ ഈ സമയം പറഞ്ഞു, വേണ്ട നീ പറയണ്ട, ജാനകി പറയട്ടെ എന്ന് പറയണ. സത്യം പറ, അവനൊരു പെണ്ണുമായിട്ട് ഇഷ്ടത്തിലായിരുന്നുള്ള കാര്യം കല്യാണത്തിന് മുമ്പ് നിനക്ക് അറിയാനും ചോദിക്കുക. ഇത് കേട്ടാൻ ജാനകിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അവസാനം ജാനകി പൊട്ടിക്കറിഞ്ഞുകൊണ്ട് പറഞ്ഞു, എനിക്ക് അറിയായിരുന്നു അച്ഛാന്ന് പറയണേ. ഇത് കേട്ടാൻ പ്രഭാവതി അമ്മയും എല്ലാവരും ഒരു നിമിഷം ഞെട്ടിപ്പോയി. സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമില്ല.
പെട്ടെന്ന് പ്രഭാവതി എന്നാലും മോളെ നീ ഈ ചതി എന്തിനാ ഞങ്ങളോട് ചെയ്തേ? ഇതെല്ലാം മറച്ചു വെച്ചോണ്ടാണോ നീ ഈ ആലോചനയായിട്ട് മുന്നോട്ട് പോയതെന്ന് ചോദിക്കുക. അല്ലമ്മേ അത് ഞാൻ പിന്നെ നീ കൂടുതലൊന്നും പറയണ്ട. അമല് പറഞ്ഞു ഇപ്പൊ എനിക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ട്. അജയേട്ടന് വേറെ റിലേഷൻ ഉണ്ടായെന്ന് അറിഞ്ഞിട്ടല്ലേ ഇങ്ങനൊരു ചതി ചെയ്തേന്ന് ചോദിക്കുക. ഈ സമയം സൂര്യ ചോദിച്ചു ആരാ ആ പെൺകുട്ടി ആരാന്ന് ചോദിക്കുകയാണ്. അവസാനം ജാനകി തന്നെ പറഞ്ഞു അത് നിരഞ്ജനയാന്ന് പറയാണ്. നിരഞ്ജനയുടെ പേര് കേട്ടതും അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പൊ പിന്നെ അവളെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ വരുവാണ്. ഹൽദി സമയത്ത് അവള് വന്നതും പിന്നീട് കല്യാണ സമയത്ത് അവൾ ഇങ്ങോട്ട് വന്നതായ കാര്യങ്ങളല്ല. അപ്പൊ അപർണയുടെ ഫ്രണ്ടാന്ന് പറഞ്ഞ രീതിക്കാണ് പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്തത്. ഈ സമയം അമൃത പെട്ടെന്ന് വന്നിരിച്ചു അത് അജയുടെ സീനിയറിന്റെ മോളല്ലേന്ന് ചോദിക്കണം. ഇത് കേട്ടതും അപർണ പറഞ്ഞു അത് സീനിയറിന്റെ മോള് തന്നെയാ. അല്ല അപർണയുടെ ഫ്രണ്ടാന്ന് പറഞ്ഞല്ലേ ഇവിടെ പരിചയപ്പെടുത്തിയെന്ന് ചോദിക്കാം. ശരിയാ അതൊക്കെ തന്നെയായിരുന്നു. പക്ഷേങ്കില് ഞാൻ അവളെ ആദ്യമായിട്ട് കാണുന്ന ക്ഷേത്രത്തിൽ വെച്ചിട്ടാ. ഞാനും അജയും കൂടി ക്ഷേത്രത്തിൽ പോയ സമയത്ത് അവൾ അങ്ങോട്ട് വന്നത്. അങ്ങനെ അന്നത്തെ സംഭവങ്ങളൊക്കെ പറയണം. ക്ഷേത്രത്തിൽ വെച്ച് ആദ്യമായിട്ട് അവളെ കാണുന്നു. അവൾ ഇങ്ങോട്ട് ഇടിച്ചു കയറി വന്ന് പരിചയപ്പെട്ടതും പിന്നീട് ഹൽദി ചടങ്ങിൽ താൻ ക്ഷണിച്ചതായ എല്ലാ കാര്യങ്ങളും പറയുകയാണ്. അല്ലാതെ എനിക്ക് അവളെ മുമ്പ് കണ്ട് പരിചയമൊന്നുമില്ല. അപ്പൊ അജയുടെ സീനിയറിന്റെ മോളാന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനത്തെ സാധനം കാണിച്ചേ. പിന്നെ കല്യാണത്തിന് ഞാൻ ക്ഷണിക്കുകയും ചെയ്തു. അതെന്നെ മര്യാദയുടെ പുറത്ത് ക്ഷണിച്ച. പക്ഷേങ്കില് ഈ കാര്യങ്ങളൊക്കെ ജാനിയടത്തേക്ക് അറിയാനെന്ന് എനിക്കറിയില്ലായിരുന്നു. മുമ്പ് അറിയാന്നുള്ള കാര്യം ഇപ്പോഴാണ് ഞാൻ അറിയണേന്ന് പറയാം. വെറുതെ ഒരു അവള് നമ്പർ ഇടുവാണ് ജാനകിനെ കുറ്റക്കാരിയാക്കി മാറ്റാനായിട്ട്. ഈ സമയം ജാനി കരഞ്ഞുകൊണ്ടിരിക്കുക. അമല് പറഞ്ഞു എന്നാലും ഇത്രയും വേണ്ടായിരുന്നു. ഇതുകൊണ്ട് എടുത്ത് എന്താന്ന് എഴുതിയത്? 2 ജീവിതം നശിപ്പിച്ച എന്റെ അപർണയുടെ. ഒരു പക്ഷേങ്കില് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നെങ്കിൽ ഈ വിവാഹബന്ധമായിട്ട് ഞങ്ങളാരും മുന്നോട്ട് പോകത്തില്ലായിരുന്നു. സൂര്യ പറഞ്ഞു എന്നാലും ഈ ചതി വേണ്ടായിരുന്നു പറയാണ്. അങ്ങനെ 4 വഴിക്ക് നിന്ന് ജാനകിനെ അഭിനെ എല്ലാവരും കുറ്റപ്പെടുത്തുക. ഈ സമയം സുമംഗല പറഞ്ഞു കണ്ടില്ലേ മോഹം കുടിച്ച് അവിടെ നിൽക്കുന്ന കണ്ടില്ലേ മൊത്തം കള്ളത്തരം കാണിച്ചിട്ട്. ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞു ഓരോന്ന് പറഞ്ഞു കഴിയുമ്പോ ആരും ഇവിടെ വിശ്വസിക്കത്തില്ലായിരുന്നല്ലോ. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ ഇവരുടെ തനി സ്വരൂപം എന്താന്നുള്ള കാര്യം. അഭിനയം കൂടെ അവള് മയക്കെടുത്തേക്കുക. ഇങ്ങനെ ജാനയെ കരയുന്നത് പൊന്നു പെട്ടെന്ന് ചോദിച്ചു എന്താമ്മേ അമ്മ എന്തിനാ കരയണേ? എല്ലാരും എന്തിനാ അമ്മേനെ കുറ്റപ്പെടുത്തുന്ന ചോദിക്കേ. ഒന്നുമില്ല പൊന്നൂസ എന്ന് പറയണ. ഇല്ല എന്റെ അമ്മ കരയണ്ട കേട്ടോ. അമ്മ കരഞ്ഞിട്ടുണ്ടെ പൊന്നൂസിന് സങ്കടം വരുമെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ അബിക്കും വല്ലാത്ത വിഷമായി. അമല് പറഞ്ഞു വേണ്ടായിരുന്നു ഏട്ടത്തി. ഏട്ടത്തിനെ ഞാൻ അമ്മയുടെ സ്ഥാനത്താണ് കണ്ടത്. എന്നാലും എന്നോട് ഈ ചതി വേണ്ടായിരുന്നു. കാരണം അപർണ ഒരിക്കലും എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരില്ലായിരുന്നു. അവൾ ഒരിക്കലും ഭാര്യയായിട്ട് സങ്കല്പിക്കാൻ പോലും എനിക്ക് പറ്റില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞേ 2 പേരുടെ ജീവിതം കളഞ്ഞെന്ന്. ഈ സമയം പെട്ടെന്ന് സുമംഗല പറഞ്ഞു ഇനിയിപ്പോ എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത്? സൂര്യ ഇവരോട് ഇറങ്ങിപ്പോവാൻ പറയുമെന്ന് പറയാണ്. ഇത് കേട്ട് സൂര്യനാരായണ ഒന്നും മിണ്ടിയില്ല. നീ പറയണോ അതോ ഞാൻ പറയണമെന്ന് ചോദിക്കുക. പെട്ടെന്ന് അപർണ ഒരു നാടകം വിളിച്ചു. വേണ്ട മുത്തശ്ശി അങ്ങനെയൊന്നും പറയരുത്. നീ ഒന്നും മിണ്ടായിരിക്കും അവിടെ. ഇവിടെ തീരുമാനം എടുക്കാൻ ഞങ്ങളൊക്കെ ഉണ്ട്. ദേ ഒരു കാര്യം പറഞ്ഞേക്കാം. ഇത്രയും വലിയ ചതി ചെയ്ത് ഇവറ്റയാളെ ഇനി ഇവിടെ വെച്ച് പൊറപ്പിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. നീ ഇറക്കി വരണോ അതോ ഞാൻ കയ്യെ പിടിച്ച് ഇറക്കി വിടണോന്ന് ചോദിക്കുക. എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ ബാക്കി എല്ലാവരും നിൽക്കുവാണ്. ഈ സമയത്ത് അഭി ജാനകിയോട് പറഞ്ഞു ബാ ജാനകി നമുക്ക് ഇറങ്ങാന്ന് പറയണം. പെട്ടെന്ന് സുമംഗല പറഞ്ഞു അതെ എന്തേലും എടുക്കാനുണ്ടെങ്കിൽ പൊക്കോ. അതൊക്കെ വണ്ടിക്കും അങ്ങോട്ട് എത്തിച്ചേക്കാന്ന് പറയണേ. ഇപ്പൊ തൽക്കാലത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിക്കോളാൻ പറയാം. പിന്നീട് ജാനയുടെ അല്ലിയിൽ എത്തിയിട്ട് കയ്യിലേക്ക് അങ്ങോട്ട് പിടിച്ച് വരാൻ പറയാണ്. അപ്പൊ പൊന്നൂസ് ചോദിച്ചു എങ്ങോട്ടമ്മേ നമ്മൾ പോണേ? നമ്മുടെ വീട് ഇതല്ലേ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും ജാനയ്ക്ക് എന്തും മറുപടി പറയണമെന്ന് അറിയില്ല. പൊന്നൂസിനെ ചേർത്ത് പിടിച്ച് അവർ 3 അങ്ങോട്ട് പടി ഇറങ്ങുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.